പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ റെജി മോഡിയിൽ ഓട്ടോ മാസ്റ്ററിയുടെയും ഓട്ടോ മാസ്റ്ററി ഹബിൻ്റെയും സ്ഥാപകനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. കുറച്ചു കാലം മുൻപ് നോബൽ സമ്മാന ജേതാവായ മഹാനായ ഡോക്ടർ ആൽബർട്ട് ഷൈറ്റ്സണറോട് ലണ്ടനിൽ വെച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഡോക്ടർ, ഇന്നത്തെ മനുഷ്യർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? ആ വലിയ മനുഷ്യൻ ഒരു നിമിഷം മൗനമായിരുന്നിട്ട് പറഞ്ഞു, മനുഷ്യർ ലളിതമായി പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ്. മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വപ്നം കണ്ട, പ്രാർത്ഥിച്ച, അധ്വാനിച്ച ഒരു യുഗത്തിലാണ് നമ്മൾ. പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമുക്ക് മുന്നിൽ ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകളുണ്ട്. പക്ഷേ അത് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അതിനെ വളരെ നിസ്സാരമായി കാണുന്നു. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. 25 വയസ്സിൽ ജീവിതം തുടങ്ങുന്ന 100 യുവാക്കളെ സങ്കല്പിക്കുക. അവരോട് ചോദിച്ചാൽ അവരെല്ലാം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ കണ്ണുകളിൽ ആവേശം കാണാം. പക്ഷേ അവർക്ക് 65 വയസ്സ് തികയുമ്പോൾ ഒരാൾ സമ്പന്നനായിരിക്കും, 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും, 5 പേർ അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും, 54 പേർ സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് 100-ൽ 5 പേർ മാത്രം വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് പാരമ്പര്യ ബിസിനസ്സുകളിൽ 20 ലക്ഷം രൂപയിലധികം ലാഭം ഉണ്ടാക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഇന്നും ഓൺലൈൻ ലോകത്തേക്ക് വരാൻ മടിക്കുന്നത്? കാരണം അവർ ചിന്തിക്കുന്നില്ല. അവർ ഭൂരിഭാഗം വരുന്ന പരാജയപ്പെട്ട ആളുകളെ അനുകരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അന്ധമായ അനുകരണം എന്ന് വിളിക്കുന്നത്. വിജയം എന്നാൽ എന്താണ്? ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു നിർവചനം ഞാൻ തരാം. വിജയം എന്നത് മൂല്യമുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ക്രമാനുഗതമായ സാക്ഷാത്കാരമാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരു ആഗോള ബ്രാൻഡ് ആക്കണമെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിക്കുകയും അതിനായി ഓരോ ദിവസവും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വിജയിയാണ്. എന്നാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വെറുതെ അധ്വാനിക്കുന്നവൻ പരാജയമാണ്. ഒരു കപ്പലിനെ സങ്കല്പിക്കുക. അതിൻ്റെ യാത്ര പൂർണ്ണമായും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റനും ക്രൂവിനും അറിയാം അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്, എത്ര സമയമെടുക്കുമെന്നും. 10,000-ൽ 9,999 തവണയും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഇനിയും മറ്റൊരു കപ്പൽ സങ്കല്പിക്കുക. അതിൽ ക്യാപ്റ്റനില്ല, ലക്ഷ്യമില്ല, മാപ്പില്ല. അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ എന്തു സംഭവിക്കും? അത് ഒന്നുകിൽ കടലിൽ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും മണൽ തിട്ടയിൽ തകർന്നടിയും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ. മലയാളി ബിസിനസ് ഉടമകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഡിജിറ്റൽ മാപ്പ് ഉണ്ടോ? അതോ നിങ്ങൾ വെറുതെ തിരമാലകളിൽ ഒഴുകി നടക്കുകയാണോ? ഞാൻ റെജി മോഡി ഒരു ദൗത്യത്തിലാണ്. 1,00,000 പാരമ്പര്യ ബിസിനസ്സുകാരെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക. നിങ്ങളുടെ പക്കൽ ലാഭമുണ്ട്, സേവനമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുള്ള ഡിജിറ്റൽ മാപ്പ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ചിലർ കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെടുന്നത്? എന്തുകൊണ്ട് ചിലർക്ക് തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിയുന്നു?
ഇതിൻ്റെ പിന്നിലെ നിയമം ലളിതമാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരുന്നു. ചരിത്രത്തിലെ എല്ലാ വിവേകികളും ഈ കാര്യത്തിൽ യോജിച്ചിട്ടുണ്ട്. റോമൻ ചക്രവർത്തി മാർക്കസ് ഓറിലിയസ് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ ചിന്തകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞു, ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതാണ് അവൻ. നമ്മുടെ മനസ്സിനെ ഒരു കൃഷിയിടത്തോട് ഉപമിക്കാം. മണ്ണ് വിവേചനം കാണിക്കില്ല. നിങ്ങൾ ചോളത്തിൻ്റെ വിത്ത് നട്ടാൽ മണ്ണ് ചോളം നൽകും. നിങ്ങൾ മാരകമായ വിഷച്ചെടിയുടെ വിത്ത് നട്ടാൽ മണ്ണ് വിഷവും നൽകും. ബൈബിളിൽ ഗലാത്യർ 6:7 പറയുന്നത് പോലെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നിങ്ങളുടെ മനസ്സിൽ ഓൺലൈൻ ബിസിനസ് പേടിയാണ്, എനിക്ക് ഇതൊന്നും വഴങ്ങില്ല എന്ന ചിന്ത നട്ടാൽ നിങ്ങളുടെ ബിസിനസ് അവിടെ തന്നെ നിൽക്കും. എന്നാൽ ഞാൻ ഒരു ഡിജിറ്റൽ ലീഡറാണ്, എൻ്റെ ബിസിനസ് ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ആ ചിന്ത യാഥാർത്ഥ്യമാകും. പലരും പറയും, രജി, എനിക്ക് ഡിജിറ്റൽ ലോകം അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 20 ലക്ഷം ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുത്തത് അറിവില്ലായ്മ കൊണ്ടാണോ? അല്ല, നിങ്ങൾ ചിന്തിച്ചു, പ്രവർത്തിച്ചു. അതേ ബുദ്ധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റിയാൽ നിങ്ങളുടെ വളർച്ച തടയാൻ ആർക്കും കഴിയില്ല. ജീവിതം മാറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ 30 ദിവസത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് നൽകാം. ഇത് എളുപ്പമല്ല, പക്ഷേ ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. ന്യൂട്ടൻ്റെ 3-ാം നിയമം പറയുന്നത് പോലെ ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. വിജയത്തിൻ്റെ വില നമ്മൾ നൽകണം. സ്റ്റെപ്പ് 1, ഒരു കാർഡ് എടുക്കുക. അതിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യം മാത്രം എഴുതുക. അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത ലാഭമുണ്ടാക്കുന്നതാവാം. ആ കാർഡിൻ്റെ മറുവശത്ത് ബൈബിളിലെ ഈ വചനം എഴുതുക: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. സ്റ്റെപ്പ് 2, എന്നും രാവിലെയും രാത്രിയും ഈ ലക്ഷ്യം വായിക്കുക. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിനെ ഓർമ്മിപ്പിക്കുക. സ്റ്റെപ്പ് 3, പേടി ഉപേക്ഷിക്കുക. ഓരോ തവണ സംശയം തോന്നുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. 30 ദിവസം നിങ്ങളുടെ ജോലി ഇതുവരെ ചെയ്യാത്ത ആവേശത്തോടെ ചെയ്യുക. സ്റ്റെപ്പ് 4, നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% സമ്പാദിക്കുക. ഓർക്കുക, പണം എന്നത് നിങ്ങൾ നൽകുന്ന സേവനത്തിൻ്റെ അളവുകോലാണ്. നിങ്ങൾ ഡിജിറ്റൽ ലോകത്തിലൂടെ കൂടുതൽ ആളുകളെ സഹായിക്കുമ്പോൾ കൂടുതൽ പണം നിങ്ങളെ തേടി വരും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം ഓടിക്കുന്ന ഒരാളെ പോലെയാണ്. ആ വലിയ ശക്തി നിങ്ങളുടെ കയ്യിലാണ്. അത് വെറുതെ ഒരു കുഴിയിലേക്ക് ഓടിച്ചു വിടണോ അതോ ഒരു സുന്ദരമായ കെട്ടിടം പണിയാൻ ഉപയോഗിക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പലരും പറയും, എനിക്ക് പണമില്ല, സമയമില്ല. സത്യത്തിൽ അവർക്ക് ഇല്ലാത്തത് ലക്ഷ്യമാണ്. നിങ്ങളൊരു ലക്ഷ്യം നിശ്ചയിച്ചാൽ ബാക്കി ഉള്ളതെല്ലാം താനേ വന്നു ചേരും. എൻ്റെ ദൗത്യം 1 ലക്ഷം പാരമ്പര്യ ബിസിനസ് ഉടമകളെ ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്ക് നയിക്കുക എന്നതാണ്. നിങ്ങൾ മാസത്തിൽ 20 ലക്ഷം ലാഭമുണ്ടാക്കുന്നവരാകാം. പക്ഷേ നിങ്ങൾ ഡിജിറ്റൽ ലോകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ വരും തലമുറയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടേക്കാം. ഈ 30 ദിവസത്തെ പരീക്ഷണം ഇന്ന് തന്നെ തുടങ്ങും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷേ നേടാൻ ഒരു പുതിയ ജീവിതമുണ്ട്. നിങ്ങളുടെ പാരമ്പര്യത്തെയും ആധുനിക സാങ്കേതിക വിദ്യയെയും കൂട്ടി യോജിപ്പിക്കുക. സോഷ്യൽ മീഡിയയും PR-ഉം ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രാൻഡ് ഒരു ഗ്ലോബൽ മലയാളികളുടേതാക്കി മാറ്റുക. വിശ്വസിക്കുക, നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ ആയിത്തീരും. നിങ്ങളുടെ ബിസിനസ് ഒരു ഡിജിറ്റൽ അത്ഭുതമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ റെജി മോഡിയിൽ ഈ യാത്രയിൽ
നിങ്ങളുടെ പങ്കാളിയായി കൂടെയുണ്ടാകും. നന്ദി.